ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുദിനവും നമുക്ക് ആവശ്യമായത്, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമുക്ക് ധന്യത നൽകുന്നത്, നമ്മുടെ ആത്മീക ജീവിതം ശ്രേഷ്ഠമാകാൻ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വഴുതി പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൊച്ചു കൊച്ചു ചിന്തകൾക്കായി 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി സ്തോത്രത്തിലും സ്തുതിയിലും മഹത്വത്തിലും പുകഴ്ചയിലും ഉയർത്തിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന സ്വർഗീയ ആശയം തിരുവെഴുത്തിലെ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ്. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. സീയോൻ പർവ്വതം ശൂന്യമായി, കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. സീയോൻ പർവ്വതം ശൂന്യമായി, കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. വിലാപങ്ങളുടെ പുസ്തകത്തിന് ദൃഢമായിരിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ആ പശ്ചാത്തലത്തെ ഈ കൊച്ചു സന്ദേശത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തെ മാത്രം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണല്ലോ രാവിലെ തോറുമുള്ള അല്പസമയത്തെ ചിന്തയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വാക്യം സീയോൻ പർവ്വതം ശൂന്യമായതിനെക്കുറിച്ചാണ്. സീയോൻ പർവ്വതം യഹോവയുടെ പർവ്വതമാണ്. നിറവും ചാരിതാർത്ഥ്യവും പച്ചപ്പും പ്രസരിപ്പും എല്ലാമുള്ള മനോഹരമായിരിക്കുന്നൊരു പർവ്വതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ആത്മീകാർത്ഥമുണ്ട്. അതൊക്കെ വിശദീകരിക്കാതെ ഞാൻ കാര്യം മാത്രം പറയാം. എന്താണെങ്കിലും സീയോൻ പർവ്വതം ദൈവികതയുടെ, ആത്മീകതയുടെ, ദൈവത്തിൻ്റെ ഒക്കെ ഒരു വലിയ അവകാശമാണ്. ആ പർവ്വതം ശൂന്യമായി പോയി എന്ന് പറയുന്നത് ഒരു പോരായ്മയാണ്, അപജയമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയാണ്. സഭ ശൂന്യമായി പോയി എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാകണം. ശൂന്യമാകാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ കുടുംബം ശൂന്യമായി പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചത്തൊടുങ്ങി എന്നുള്ളതല്ല എന്നർത്ഥം. വരണ്ടുപോയി, മുരടിച്ചു പോയി, പഴയതുപോലത്തെ ആത്മീകമില്ല, പ്രാർത്ഥനകളില്ല, അങ്ങനെയൊക്കെ പലതും അതിന് വ്യാഖ്യാനത്തിൽ കൊണ്ടുവരാം. എന്താണെങ്കിലും സീയോൻ പർവ്വതം ശൂന്യമായി പോയി. ചിന്തിക്കേണ്ട കാര്യമാണ്, ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് കേൾക്കുക. വേദപുസ്തകം നമുക്ക് തരുന്ന അറിവനുസരിച്ച് എല്ലാ കാര്യത്തിനും ഒരു കാരണം കാണും. ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് സംഭവിച്ചത് എന്നത് വ്യക്തമാക്കുന്നൊരു പുസ്തകമാണ് ബൈബിൾ. ഞാൻ ഈ അടുത്തിടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എവിടെയോ പ്രസംഗിക്കുകയും ചെയ്തു. ഏത് വിഷയത്തിനും ഒരു കാരണം കാണും. ഒരുത്തൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണമുണ്ട്, ഒരു കുടുംബം നശിക്കാൻ കാരണമുണ്ട്, ഒരുത്തൻ അപമാനിക്കപ്പെട്ട് തകർന്നു പോകാൻ കാരണമുണ്ട്. പരിശോധനകൾ, പരീക്ഷകൾ വേറെ. പക്ഷേ ഞാനീ പറയുന്നത് തകർച്ചകളാണ്. ദൈവത്തെ സേവിച്ച് നിന്ന ഒരപ്പൻ്റെ അമ്മയുടെയും മക്കൾ, 2ാം തലമുറക്കാർ, അവരിന്ന് ഒന്നുമല്ലാത്തവരായി പോകാൻ കാരണമുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിനകത്താണ് വിജയം. മെഡിക്കൽ സയൻസ് അതല്ലേ പറയുന്നത്. ഒരു മനുഷ്യൻ രോഗിയാകുന്നതിന് പുറകിൽ റീസണുണ്ട്. അത് കണ്ടുപിടിക്കുന്നവനാ ഡോക്ടർ, മരുന്ന് കൊടുക്കുന്നവനല്ല. ഡയഗ്നോസ് ചെയ്യുക, വിഷയം കണ്ടെത്തുക. കണ്ടെത്തിയാൽ ഒരുമാതിരിപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരമാകും. ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം. കണ്ടെത്തുന്നത് വരെ പെയിൻ കില്ലറൊക്കെ കൊടുത്തിങ്ങനെ നിർത്തിയേ നിവൃത്തിയുള്ളൂ. വിഷയങ്ങളെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു, വചനം നമ്മെ സഹായിക്കുന്നു, ആത്മീക ശുശ്രൂഷകൾ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കണം, പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, പരിശുദ്ധാത്മാവ് ഇടപെടുന്നിടത്ത് പോയി ഇരിക്കണം, സ്തോത്രം ചെയ്തതൊക്കെ ചെവി തുറന്ന് കേൾക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, ഞാൻ എന്തുകൊണ്ട് ശൂന്യമായി പോയി, എനിക്ക് കുരിക്കിൽ കിടക്കേണ്ട വന്ന എന്തുകൊണ്ട്,
എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ തടവറയിൽ എന്നവണ്ണമായി പോകാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താൻ സഹായിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അത് വിഗ്രഹമായി കൊണ്ട് നടന്നാൽ പോരാ. അതിൻ്റെ ആഴങ്ങളിൽ മനുഷ്യൻ്റെ പരാജയത്തിനും തകർച്ചയ്ക്കും അവൻ്റെ സങ്കടത്തിനും ശാപത്തിനും എല്ലാം കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒപ്പം അവൻ ഉയരാനും വളരാനും സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴിയും ഇതിനകത്തുണ്ട്. എന്തിനും കാരണങ്ങളുണ്ട്. ഇവിടെ ഇതാ സീയോൻ പർവ്വതം ശൂന്യമായി. വരൾച്ച കൊണ്ടോ കാലാവസ്ഥ മാറിയതുകൊണ്ടോ ഇവിടുത്തെ പ്രപഞ്ചത്തിന് താളം തെറ്റിയതുകൊണ്ടല്ല. വ്യക്തമായൊരു കാരണം അവിടെ എഴുതിയിരിക്കുന്നു. എന്താ കാരണം? കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. അത് കേട്ടപ്പോൾ വളരെ സരളവും സുന്ദരമായി തോന്നി. കുറുക്കൻ സഞ്ചരിച്ചാൽ നാട് ശൂന്യമാകുമോ? ഈ കാട്ടിലൂടെയൊക്കെ കൂടി കുറുക്കൻ നടക്കുന്നുണ്ടാവില്ലേ? പണ്ടത്തെ പോലെ ഉണ്ടോയെന്നറിയില്ലെങ്കിലും കുറുക്കൻ നടക്കുന്നതോടെ എല്ലാം അങ്ങ് മുടിഞ്ഞു പോവുകയാണോ? അവിടെയെല്ലാം മരങ്ങളെല്ലാം കൂടി ഉണങ്ങിപ്പോവാണോ? അങ്ങനെയാണെങ്കിൽ കാടൊന്നും കാണില്ലായിരുന്നല്ലോ. അപ്പം ഇതിനകത്തെന്തോ മിസ്റ്റോറിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്. പച്ചയ്ക്കൊരു കുറുക്കൻ ഓലിയിട്ടുകൊണ്ട് ഈ പറമ്പിലൂടെ നടക്കുന്നതല്ല വിഷയം. വേദപുസ്തകം ഉദ്ദേശിക്കുന്ന കുറുക്കൻ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഒരു രാജാവിനെ വിളിച്ചില്ല, ആ കുറുക്കനോട് പോയി പറ. ഉത്തമഗീതത്തിനകത്ത് എഴുതിയിട്ടില്ലേ, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാർ. ഇത് ചിലരുടെ സ്വഭാവത്തോടും ചിലരുടെ രീതിയോടൊക്കെ ബന്ധപ്പെട്ട. കർത്താവ് പറഞ്ഞതുപോലെ പറയാം, ചില കുറുക്കന്മാരുണ്ട്. സതുദ്ദേശമല്ല കുറുക്കൻ്റെ. പറ്റിക്കൽ, തട്ടിക്കൽ, വഞ്ചിക്കൽ, ഇതൊക്കെയാണല്ലോ കുറുക്കനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാനതിലേക്ക് ഒത്തിരി ഊളിയിട്ടിറങ്ങുന്നില്ല. നിങ്ങൾക്കും എനിക്കും മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഞാനിങ്ങനെ പറയാം, സതുദ്ദേശമില്ലാത്ത ചിലർ കയറി ഇറങ്ങി നടന്നാൽ, അവർ കാല് ചവിട്ടി സഞ്ചരിച്ച് നടന്നാൽ സംശയിക്കേണ്ട, വർധനവല്ല ശൂന്യതയുണ്ടാകുള്ളൂ. നിങ്ങളുടെ അടുക്കൽ വരുന്നവൻ കുറുക്കനാണോ? നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നവൻ കുറുക്കനാണോ? ശ്രദ്ധിച്ചോളണം. ഞാൻ കുറച്ചുകൂടെ പറയാം. നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുന്നവൻ കുറുക്കനാണോ? എന്താണ് ഉദ്ദേശം? നിൻ്റെ കയ്യിലിരിക്കുന്നത് തട്ടിപ്പറച്ച് വാങ്ങിച്ച് സന്തോഷിച്ച് കയ്യും തട്ടി പൊടിയും തട്ടി പോകാനുള്ള ഉദ്ദേശമൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ മാർഗത്തിൽ കണ്ണടച്ച് നിന്ന് കൊടുക്കരുത് കേട്ടോ. എൻ്റെ ഉദ്ദേശം നിങ്ങളാരും ശൂന്യമായി പോകരുത്. വേദപുസ്തകത്തിൽ ഞാൻ പഠിച്ചത്, ദൈവം നമ്മെ കടാക്ഷിക്കുമ്പോൾ നിറവാണ്, നിറഞ്ഞു വരും. ചാക്കിനകത്ത് കാശ് കെട്ടി വയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്. നിൻ്റെ ഹൃദയം നിറച്ച സമാധാനം, നിൻ്റെ അകം നിറച്ച ആത്മീയത, നിൻ്റെ ഉള്ളം നിറച്ച സന്തോഷം, നിൻ്റെ വീട് നിറച്ച് ധന്യത, നിൻ്റെ മക്കളെ നിറച്ച്, നിന്നെ നിറച്ച്, കുടുംബത്തെ നിറച്ച് തരേണ്ടതാണ്. പക്ഷേ ശൂന്യതകൾ മാത്രം, ശൂന്യതാബോധം, മനസ്സിനകത്തൊരു ശൂന്യത ഫീൽ ചെയ്യുന്നു എന്ന് പലപ്പോഴും ആളുകൾ പറയാറില്ലേ? സത്യമാണത്. ഉള്ളം കാലിയാകുന്ന ചില ഇടപാടുകൾ കുറുക്കനെ അനുവദിക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്നു, റീസൺ, സിയോൻ പർവ്വതം ശൂന്യമായി, കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ് കാര്യം. ചിലർ കൂടുതൽ കയറി ഇറങ്ങി നടക്കാതിരിക്കുക നല്ലത്, കൂടെ വരാതിരിക്കുക നല്ലത്. ഞാനൊരു വഴക്കുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരികയല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എന്നെ ശൂന്യമാക്കുന്ന ഒരാൾ എന്നെ ഫോൺ ചെയ്യുക പോലും ചെയ്യാതിരിക്കട്ടെ. എന്നെ ശൂന്യമാക്കുന്ന ഒരാൾ ഞാനുമായിട്ട് അധികം സമ്പർക്കവും സ്നേഹവും ഒന്നും നടിക്കാതിരിക്കട്ടെ. നിങ്ങളൊരു കൂട്ടായ്മ നടത്തുന്ന ആളാണോ? മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാർ നിങ്ങളുടെ മുന്തിരിത്തോട്ടമാകുന്ന സഭയ്ക്കകത്ത് വരാതിരിക്കട്ടെ. ശൂന്യമാക്കി കളയും. ഞാനല്ല, വചനമാണ് പറഞ്ഞത്. എല്ലാത്തിനും കാരണമുണ്ട് ദൈവമക്കളെ. വേണ്ടാത്തവരുമായിട്ട് സമ്പർക്കം വേണ്ട, കൂട്ടായ്മ വേണ്ട. നമ്മുടെ നന്മയ്ക്ക് അതാ നല്ലത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചെടുത്തോ.
ആരെയും തെറ്റിദ്ധരിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുക. സർവജ്ഞാനിക്കെല്ലാം അറിയാലോ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞിനെ ശൂന്യമാക്കാൻ അങ്ങനൊരു കൂട്ടുകെട്ട് അവനുമായിട്ട് ആരും ഉണ്ടാകരുത്. എൻ്റെ മോളെ ശൂന്യമാക്കാൻ, അവളെ നോട്ടം വയ്ക്കാൻ ഒരുത്തരെ സമ്മതിക്കരുത്. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ബിസിനസ്, എൻ്റെ സമ്പാദ്യം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ സഭ, എൻ്റെ കൂട്ടായ്മ, ദൈവം എന്നെ ഏൽപ്പിച്ചത്, ഇതൊന്നും ശൂന്യമായി പോകരുത്. ശൂന്യത ഒരു നഷ്ടമാണ്, കഷ്ടമാണ്, സങ്കടമാണ്, ശാപമാണ്. നിറവാണ് നല്ലത്. ബൈബിളിൻ്റെ പോളിസി അതാണ്. അതുകൊണ്ട് സിയോൻ പർവ്വതം പോലും ശൂന്യമാക്കാൻ കരുത്തുള്ള കുറുക്കന്മാർ ഈ മണ്ണിലുണ്ടെന്നോർത്ത് വേണം ജീവിക്കാൻ കേട്ടോ. എല്ലാവരുടെയും തോളെ കൈയിട്ട് നടക്കരുത്. എല്ലാവരെയും വീട്ടിൽ വിളിച്ച് കയറ്റുകയും ചെയ്യരുത്. എല്ലാവരുടെയും പ്രാർത്ഥനപ്പായി പോയി ഇരിക്കുകയും ചെയ്യരുത്. എല്ലാവരുടെയും മുമ്പിൽ തല കാണിച്ചു കൊടുക്കരുത്. കുറുക്കനാണോ? ടൈപ്പ് വേണ്ട. കാര്യം ശൂന്യമാക്കി കളയും. നിങ്ങളെ നിറയ്ക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, നിങ്ങളെ ധന്യരാക്കുന്ന ഒരുപാട് പേരെ ദൈവം നിയമിച്ചിട്ടുണ്ട്. സാവധാനതയോടെ, ആകുലതയിലും ആശങ്കയിലും അങ്കലാപ്പിലും നമ്മൾ ആരെങ്കിലും ഒന്ന് ആശ്രയിക്കാൻ ശ്രമിക്കും. പക്ഷേ സൂക്ഷിക്കണം. സിയോൻ പർവ്വതം പോലും ശൂന്യമാക്കുന്ന കുറുക്കന്മാർ കയറിയിറങ്ങി ആടിയും തൂങ്ങിയും പാടിയും ഒളിച്ചും തെളിച്ചും ഒക്കെ നടക്കുന്നുണ്ട് ഈ മണ്ണിലൂടെ. അവരാരും നമ്മളിലേക്ക് വരാതിരിക്കട്ടെ. നമ്മൾ നിറഞ്ഞിരിക്കട്ടെ. ശൂന്യത സംഭവിക്കാതിരിക്കട്ടെ. ബുദ്ധിപരമായി, പരിജ്ഞാനപരമായി കാര്യങ്ങൾ നീക്കാൻ നമുക്ക് കൃപ തരട്ടെ. ഇന്നത് കേട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേട്ടെ കേട്ടോ. സത്യമായ കാര്യം പറഞ്ഞത്. ശൂന്യമായിട്ട് പിന്നെ കൈ നീട്ടി ആശ്രയിച്ച് നടന്നിട്ട് കഥയില്ലല്ലോ. സംഭവിക്കരുത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സിയോൻ പർവ്വതം പോലും ശൂന്യമാക്കി കളഞ്ഞ കുറുക്കന്മാർ, ഈ പുസ്തകത്തിനൊരു പശ്ചാത്തലമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളതിൻ്റെ നേർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ശൂന്യമാക്കുന്നവർ വരാതിരിക്കട്ടെ. ചെറുകുറുക്കന്മാർ കയറാതിരിക്കട്ടെ. നട്ടുവളർത്തുന്ന മുന്തിരിച്ചെടി പോലെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കൂട്ടായ്മയൊക്കെ വളരട്ടെ. ദൈവത്തോടല്ലാതെ ഞങ്ങൾ ആരോടിത് പറയും? അറിയിക്കുന്ന അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുക കൂടി ചെയ്യണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.